ഹേ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു കുക്കിംഗ് വീഡിയോ ആണ്. ഒരു ബിരിയാണി ഉണ്ടാക്കാം, അതാണ് പരിപാടി. അപ്പം പൊന്നു വന്നിട്ടിപ്പം ജോലിക്ക് പോയിക്കണം. അപ്പോൾ അവൾ തിരിച്ചു വരാൻ നേരത്ത് നമുക്ക് ഈ ബിരിയാണി എടുത്തൊന്ന് സർപ്രൈസ് ആക്കി നോക്കാം. അപ്പോൾ അവൾ സർപ്രൈസ് ആവില്ലെന്നുള്ളത് ആണ് ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തെ വിഷയം, ഞാൻ തന്നെ സർപ്രൈസ് ആവുമെന്നുള്ളതാണ്. എനിക്കത് ഞാൻ ആദ്യമായിട്ടാണ് ഒരു ബിരിയാണി വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ബിരിയാണി വയ്ക്കാൻ നേരത്ത് ഞാൻ തന്നെ സർപ്രൈസ് ആവില്ലെന്നുള്ളത് നല്ല രീതിയിൽ വെക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ബിരിയാണിയുടെ അരിയൊക്കെ എടുത്ത് വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ചിക്കനും നമ്മൾ ലുലുന്നാണ് ചിക്കൻ മേടിക്കുന്നത്. അപ്പോൾ ചിക്കൻ മേടിച്ചിട്ട് വന്നിട്ട് ഫ്രീസറിൽ കൊണ്ടുവന്ന് വെച്ചേക്കും. അപ്പോൾ ആ ഫ്രീസറിൽ നിന്ന് മേടിച്ച ചിക്കൻ കൊണ്ടുവന്ന് ഇനിയിപ്പോൾ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും സെറ്റായി കഴിഞ്ഞാൽ കഴുകി നമുക്ക് അതിനകത്ത് മസാലയൊക്കെ ഇട്ട് സെറ്റാക്കണം. അപ്പം നിങ്ങളെല്ലാം കൂടെ വേണം. അപ്പം ആദ്യമായിട്ടാണ് ആരെങ്കിലും വീഡിയോ കാണുന്നതെങ്കിൽ അവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാൻ സജിത്ത് ശിൽവരാജ്. ഇപ്പോൾ പരിപാടികളൊക്കെ ആരംഭിക്കുന്നതിന് മുമ്പേ നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്നുള്ള കാണിച്ചു തരാം. ഞാൻ അരി എടുത്ത് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, ഇതാണ് സംഭവം. അരി എടുത്ത് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ചിക്കൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് ഉള്ളി അരിയുന്ന പരിപാടിയാണ്. ഞാൻ ഉള്ളിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യാം. ആവുന്ന രീതിയിൽ നമ്മൾ ക്ഷമിച്ച് കണ്ടുകൊണ്ടിരിക്കുക. ഇതാണ് നമ്മൾ ഉള്ളി അരിയാൻ വേണ്ടി ഇട്ടെടുത്തിട്ടുള്ള ഇത്. പിന്നെ അതേപോലെ തന്നെ ഉള്ളി എടുക്കാൻ പിടിക്കാറ്, ഉള്ളി എടുക്കണം. നമുക്കൊരു പെറ്റേറ്റ് എത്ര ഉള്ളി ഉണ്ട്? 3 ഉള്ളി ഉണ്ട്. അപ്പൊ 3 ഉള്ളി വെച്ചിട്ടുള്ള പരിപാടിയാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. 2 എണ്ണം ചിക്കനും 1 എണ്ണം നമുക്ക് വറുക്കാൻ വേണ്ടിട്ട് കൊടുക്കാം. അപ്പൊ നമ്മൾ ഉള്ളി എടുത്ത് ഇനി സാധനം എടുത്തിട്ട് ഉള്ളി അരിയുക എന്നുള്ള ഒരു പ്രധാന പരിപാടിയാണ്. കണ്ണൊക്കെ നിറയാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പം ഞാൻ ചെയ്യുന്നത്, ഞാൻ സാധാരണ അരിയുന്നത് ഇങ്ങനെ 2 കയറിയിട്ട് അതിന്റെ കയറി തന്നെയൊന്നും ഉള്ള കമന്റ് ചെയ്താണ് ചെയ്ത് കളഞ്ഞിട്ട് ഇതെല്ലാം എടുത്ത് കളയുക. രണ്ടാമത്തെ ഇത് തന്നെ കൊടുക്കുക, ഇവിടെ കട്ട് ചെയ്ത് കളയുക. മറ്റേ പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാർ ഇത് വെച്ചിട്ടാണ്. അപ്പൊ ഇതെല്ലാം എടുത്ത് കളഞ്ഞിട്ട് ഉണ്ടാക്കും ബിരിയാണി. അപ്പൊ തന്നെ കണ്ടു പറയുന്നു എന്തിനാവും ഒന്നും എന്റെ ബിരിയാണി. ഇത് നമുക്ക് നീളത്തിന് അരിയാം. 1 എണ്ണം നമുക്ക് നീളത്തിന് അരിയാം. അതെന്തിനെന്ന് വെച്ചാൽ നമുക്ക് വറുത്ത് കോരി എടുക്കാം. കണ്ണൊക്കെ അങ്ങനെ വെള്ളം തന്നുകൊണ്ടിരിക്കുന്നു. കുട്ടി അരിയുന്ന ടാസ്ക് ആണ്. പാവാന്റെ അമ്മ തരാം. ദുബായിൽ വന്നതിന് ശേഷം ഇവിടെ എനിക്കൊരു സജേഷ് ആയിട്ടുണ്ട്. അയാളായിരുന്നു ഫുള്ള് കുക്കിങ്ങിന്റെ മെയിൻ ആള്. അപ്പോ ഇത്രയും നമുക്ക് വറുക്കാൻ വേണ്ടിട്ട് മാറ്റിയിരിക്കാൻ. അയ്യോ, ഞാൻ കാര്യം മറന്നുപോയി. നമ്മളോട് പറഞ്ഞ ആക്ച്വലി നമുക്ക് ഇങ്ങനെ 4 ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റിട്ട്. അത് ഞാൻ മറന്നുപോയി. ഇതിങ്ങനെ അത് നമുക്ക് ഈ പറയണ്ട ഇതിങ്ങനെ ചെയ്യും. സംസാരിച്ചുകൊണ്ട് എന്റെ കോൺസെൻട്രേഷൻ പോകുന്നുണ്ടോ എന്നൊരു ചെറിയ ബിരിയാണി മിക്കവാറും ഞാൻ തന്നെ സർപ്രൈസ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് തോന്നുന്നു. ഓക്കെ, ഇനി ഞാൻ കുറച്ച് തക്കാളി എഴുതുന്നുണ്ട്. തക്കാളി എരിയുന്ന പരിപാടിയാണ്. പിന്നെ നമുക്ക് തക്കാളി എരിയുന്ന പരിപാടിയിലേക്ക് കിടക്കാം. ഇതിനെ നമുക്ക് എങ്ങോട്ടെങ്കിലും എടുത്ത് മാറ്റണം. അതിന് മാറ്റാൻ പറ്റിയ ഇതിനകത്ത് അങ്ങോട്ട് എടുത്തിടാം. അത് കഴിയുക. ഇവിടെ ഇങ്ങനെ മാറ്റുക. ഈ തക്കാളി ഞാൻ 1 എടുത്തിട്ടുണ്ട്. 1 തക്കാളി എടുക്കുന്നേ ഉള്ളൂ കേട്ടോ. അളവെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഏതെങ്കിലും ഒക്കെ രീതിയിൽ നിങ്ങൾ എന്റെ കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസത്തിലാണ്. തക്കാളി എടുക്കുക, അറഞ്ചും പുറഞ്ചും കട്ട് ചെയ്ത് തള്ളുക. കാണാൻ പറ്റുന്നുണ്ടാകുമ്പോ ഈ 2 പരിപാടിയും കൂടെ കുറച്ച് ടഫാണ്. അതെടുത്ത് ഇതിനകത്തിടുക. ഇതെന്തിനാണ് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് ചിക്കനകത്തൊരു മിക്സ് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. അതാണ് മെയിൻ. ഞാൻ മെയിനായിട്ടും ഷാൻജി ആയിട്ടുള്ള വീഡിയോസ് നോക്കിയിട്ടാണ് കേട്ടോ കുക്ക് ചെയ്യുന്നത്. ഷാൻജിയോ എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലുണ്ടല്ലോ. അതാണ് ഉള്ളിയാണ് എളുപ്പത്തിനുണ്ടാക്കാന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാരെ ആകർഷിച്ചുകൊണ്ടിരിക്കുന്നത്. മുട്ടത്തടി ചേർക്കണം. നിങ്ങൾ ആരുടെ വീഡിയോസാണ് കാണാറുള്ളത്? അതും കമന്റ് ചെയ്തു. ഓക്കെ, അതെല്ലാം ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്ക്
മെയിനായിട്ടും വേണ്ടത് എന്താണ് വേണ്ടത്? കുറച്ച് ഗാർലിക് ആവാം, പിന്നെ അതേപോലെ തന്നെ കുറച്ച് ചില്ലീസ്, പിന്നെ ജിഞ്ചർ വേണം. ഇതിന്റെ എല്ലാം കൂടെ ഒരു മിക്സ് നമുക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. പേസ്റ്റ് ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. പിന്നെ ഒരു ജിഞ്ചർ എടുത്തിട്ടുണ്ട്, കുറച്ച് ഗാർലിക് എടുത്തിട്ടുണ്ട്. സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഞാനിവിടെ എന്റെ ഗാർലിക്കിനകത്ത് നോക്കി എന്തൊക്കെ പുറഞ്ചം പുതിയ സിനിമയൊക്കെ അത് എന്തെങ്കിലുമൊക്കെ ആയാലൊക്കെ കണ്ടായിരുന്നു. വ്യസന സമേതം ബന്ധുമിത്രാദികളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, കൊള്ളാന്നൊക്കെ പറയുന്നു. ഈ കണ്ടന്റ് ക്രിയേഷൻ ഒക്കെ ചെയ്യുന്ന കുറെ ആൾക്കാരെ ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ പോയി കാണുന്നു, സമയം കിട്ടുമ്പോഴേക്കും പോയി കാണുന്നു പറഞ്ഞിട്ട് പറയാറുണ്ട്. ഓരോരുത്തരും ടാസ്ക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പുള്ളിന്റെ ഇത് ജിഞ്ചറാണ് നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് കുറച്ച് മുളക് വേണം, ഒരു 3 മുളക് എടുക്കാം. ഞാൻ കഴിയാം അതും നമ്മൾ എടുത്തിട്ടുണ്ട്. എന്റെ വീഡിയോ ഇട്ടിട്ട് നിങ്ങൾ ഇൻസ്പയർ ആയിട്ട് ബിരിയാണി ഉണ്ടാക്കണം. കണ്ട ബിരിയാണി ഉണ്ടാക്കിയിട്ടിട്ട് എന്റെ ഇൻസ്റ്റാ ഐഡി ഞാൻ താഴെ കൊടുത്തേക്കാം. അതിനകത്തൊന്ന് എന്നെ ടാഗ് ചെയ്താൽ ആരൊക്കെ ബിരിയാണി ഉണ്ടാക്കിയെന്ന് അറിയാമല്ലോ. ഇതിനകത്ത് കുറച്ച് പെരിഞ്ചീരൊക്കെ വേണം. പെരിഞ്ചീരൊക്കെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പെരിഞ്ചീരൊക്കെ ഞാൻ കണ്ടുപിടിച്ചിരിക്കുകയാണ്. കുറച്ച് ഗൈസ് പേസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ബലഭൂയിഷ്ടമായിട്ടുള്ള എന്താണ് മറ്റേ ഔഷധങ്ങൾ ചേർത്തിട്ടുള്ള പേസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ റെഡി ആയി. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഇനി നമുക്ക് ഉള്ളി വറുക്കുന്നതിന് മുമ്പേ നമുക്ക് ഇതൊന്ന് മാരിനേറ്റ് ചെയ്യാനുള്ള പരിപാടി. അപ്പൊ ഇനി മാരിനേഷനിലേക്ക് സ്വാഗതം. മാരിനേഷൻ ചെയ്യുന്നതിന് മുമ്പ് ആദ്യം നമുക്ക് ചിക്കൻ കഴുകണം കേട്ടോ. ചിക്കൻ കഴുകി റെഡിയാക്കിയാണ് മാരിനേഷൻ ചെയ്യാൻ പറ്റും. ഇപ്പൊ ചിക്കൻ കഴുകാനായിട്ട് കഴുകി എടുക്കാം. ഇതാണ് ഞാൻ പുതുതായിട്ട് ഇറക്കിയ എന്റെ കണ്ടെയ്നർ. ഈ കണ്ടെയ്നറിനകത്തൊക്കെ കഴുകിയ ചിക്കൻ ഇടുക. നേരത്തെ അരിഞ്ഞു വെച്ച ഈ വക സാധനങ്ങളുണ്ടല്ലോ, അതെല്ലാം ഇതിനകത്ത് പൂർണ്ണമായി തട്ടി കൊടുക്കുക. ഓക്കെ, ചെയ്യേണ്ടത് നമ്മള് റെഡിയാക്കി വെച്ചേക്കുന്ന ഇഞ്ചി ഗാർലിക് പേസ്റ്റ് ഉണ്ടല്ലോ, അത് അതിട്ട് തട്ടി കൊടുക്കുക. കുറച്ച് നമുക്ക് മാറ്റി വെച്ചേക്കാം. നമുക്ക് ബിരിയാണിയുടെ അകത്ത് ഇടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇടേണ്ടത് മല്ലിയില കഴുകി മെനയാക്കി ഇടപെടലും മൈക ഏതോട് തള്ളി കൊടുക്കാം. ഇനി നമ്മൾ ഓൾറെഡി ഇട്ട്, എന്നാലും കുറച്ചുകൂടെ മിന്റ് ലീവ്സ് ഇട്ട് കൊടുത്ത്, ഇനി ഒരു ലെമണിന്റെ പകുതി സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നമ്മൾ എന്തിനു എഴുതുന്നു, നമ്മളെ കൊണ്ട് ഈ പരിപാടിയൊന്നും പറ്റത്തില്ലെന്നുള്ളൊരു ചിന്തയായി പോകും. ദുരന്തം പറഞ്ഞതല്ല, എല്ലാരും ഇങ്ങനെ ആയിരിക്കും. ഇപ്പൊ നമ്മള് ഈ സാധനം അങ്ങോട്ട് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കുക. മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇതാ മുളക് പൊടി സുഹൃത്തുക്കളെ. 1, 2, 3, ഞാനൊരു 3 മുളക് പൊടി ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ മല്ലിപ്പൊടി ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. 1, 2 മഞ്ഞപ്പൊടി, ശകലം മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക. ശകലം മഞ്ഞപ്പൊടി അത് ഇട്ട് കൊടുത്തു. 3, 1, 2 ടേബിൾ സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തു. ആവശ്യത്തിന് തൈര്, ഇത്രയും തൈര്. എന്നിട്ട് ഇത് ആളന്റെ മുളകും മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കും. കണ്ട ഗൈസ്,
പിന്നെ ഹിഡൻ ടാലന്റ് ഉണ്ടോ നിങ്ങൾക്ക്? ഇതുപോലുള്ള ടാലന്റ് ഉണ്ടോ? പിന്നെ അളവൊന്നുമില്ല, നമുക്ക് കുറച്ചിട്ട് കൊടുക്കാം. പണ്ടാരാണെങ്കിൽ ഇപ്പൊ തന്നെ എന്റെ മൊബൈലിലെ ചാർജും തീർന്നു. പിന്നെ നല്ല മണം വരുന്നുണ്ട് കേട്ടാ ബിരിയാണി മസാല. ഇതിനി നമുക്കെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചേക്കാം. ഓക്കെ, അടുത്തൊരു മേജർ സ്റ്റെപ്പിലേക്ക് നമ്മൾ കടക്കാൻ പോകുന്നു. ഇപ്പൊ ഇത് നമുക്കിപ്പം തീ കുറവുള്ള ഏതാണെന്ന് കണ്ടുപിടിച്ചിട്ട് അതിനകത്തോട്ട് വെക്കുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. ഇതാണ് നല്ലതെന്ന് തോന്നുന്നു. എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. 3 ടേബിൾ സ്പൂൺ ഇല്ലേലും നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്റെ ഒരു കണക്കനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം. പക്ഷെ ഞാൻ നല്ലപോലെ 2 ദിവസം അടുപ്പിക്കുമ്പോൾ ഇത് തന്നെ എനിക്ക് എന്തോന്ന് പരിപാടി കഴിച്ചു. ഇവിടെ തന്നെ പരിപാടികൾ. നെയ്യ് ഇട്ട് കൊടുക്കുക. തിരുമി ഇത് പതുക്കെ എടുത്ത് അതൊക്കെ ഇട്ട് കൊടുക്കാം. ഷാൻജി ചേട്ടൻ പറഞ്ഞേക്കുന്നതെന്ന് വെച്ചാൽ ഗോൾഡൻ ബ്രൗൺ ആവുന്ന സമയത്ത് നമ്മള് ഇത് വറുത്ത് ഊരി എടുക്കണം. ഒന്ന് ചുമന്ന് വന്നിട്ടുണ്ട്. അവറായിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. ചെയ്യാനെന്ന് പറ. ബിരിയാണി ഉണ്ടാക്കണമെങ്കിൽ എന്തൊക്കെ ത്യാഗങ്ങൾ സഹിക്കണം. ഇപ്പോഴാണ് നമ്മൾ എടുക്കേണ്ട. പക്ഷെ അടുത്ത ഹിഡൻ ടാലന്റിലേക്ക് പോകണം. യെസ്, കാണാം. വേറെ ഹിഡൻ ടാലന്റ് ആണ്. നിങ്ങൾ കണ്ടിപ്പരിപ്പം തന്നെ കാഷ്യൂനട്ട് കുറച്ചധികം വേണം എനിക്ക്. എന്നിട്ട് അതിനടുത്ത് പിന്നെ വല്ലാതെ കാഷ്യൂനട്ട് കണ്ട അവിടെ കിടന്നതാവുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഓൾറെഡി ഞാൻ വെള്ളമൊക്കെ ഒഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അരി കഴിയുന്നത് എന്നെ സംബന്ധിച്ചൊരു വലിയ ടാസ്ക് തന്നെയാണ്. ഇനി സുഹൃത്തുക്കളെ, ഇനി ഒരു വലിയ പണിയുണ്ടോ നമുക്ക്. ഒരു ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം. അപ്പൊ ഞാൻ 2 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ടോട്ടൽ 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 3 ഗ്ലാസ് വെള്ളം എടുക്കാം. രണ്ടാമത്തെ ഗ്ലാസ്സാണ് നമ്മളിപ്പോ എടുത്തോണ്ടിരിക്കുന്നത്. ഗൈസ് അങ്ങനെ നമ്മൾ ആദ്യത്തെ ഘട്ടം കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നു. മറ്റേ ആറ്റുകാലിലൊക്കെ പൊങ്കാല ഇടാൻ പോകുന്ന പോലെ ഈശ്വര തത്വമേ. അയ്യോ, കുറച്ച് കാര്യങ്ങൾ മറന്നു കേട്ടോ. ഇതിനകത്ത് നമ്മള് നേരത്തെ റെഡിയാക്കിയ എണ്ണ ഉണ്ടല്ലോ, എണ്ണയും കൂടെ ഉള്ള മിക്സ് ഒഴിച്ചു കൊടുക്കുക. പിന്നെ നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുക. കുറച്ച് നമുക്ക് ഇതിട്ട് കൊടുക്കാം. പിന്നെ അതേപോലെ തന്നെ പട്ട ഗ്രാമ്പൂന്റെ പരിപാടികളുണ്ടല്ലോ, ഒരു പ്രത്യേക കണക്കൊന്നുമില്ല, അത് ഇട്ട് കൊടുക്കാം. നമുക്ക് ഒരു 4-5 ഇളക്കായ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. ഒന്ന്, നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുന്നുണ്ടോന്ന് എനിക്കൊരു ചെറിയ ഡൗട്ട് ഇല്ലാതില്ല. രണ്ടാമത്തെ ഏലക്കായ എന്താ, 5-6 ഇട്ട് കൊടുക്കണം. നല്ലൊരു ഏലക്കായുടെ ഒരു ഫ്ലേവർ കിട്ടും. 3 ഗൈസ്, അപ്പൊ നമ്മൾ ഇതൊക്കെയാണ് ഇട്ടേക്കുന്നത്. ഇനി നമ്മൾ തീ കൊളുത്തുന്ന ചടങ്ങാണ്. ഇതൊന്നും അടച്ചില്ലേ? തീ കൊളുത്തുന്ന ചടങ്ങാണ് ഇവിടെ. ഭഗവാനെ, തീ കൊളുത്തുന്ന ചടങ്ങാണ് ഇപ്പൊ കഴിഞ്ഞേക്കുന്നത്. ഇനി അതവിടെ നിന്ന് തിളച്ച് വരണം. തിളച്ച് അതങ്ങനെ വറ്റണം. വറ്റി കഴിയുന്ന സമയത്ത് നമുക്ക് അടുത്ത പരിപാടിയിലോട്ട് കിടക്കാം.
രണ്ട് കാര്യങ്ങൾ ഇടാൻ മറന്നുപോയി ഗൈസ്. നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരുന്ന ആ സാധനം, പിന്നെ അതേപോലെ തന്നെ ഉപ്പ് നമ്മൾ ഇട്ടില്ലായിരുന്നു. അപ്പൊ ഉപ്പും കൂടെ ഇടാൻ പോണ, ഉപ്പും കൂടെ ഇട്ടോളാം. എന്റെ ചെറിയ സ്പൂണാണ്, അപ്പൊ 1.5 സ്പൂൺ ഇട്ടു. ഇതിവിടെ ഒന്ന് എന്തെങ്കിലുമൊക്കെ ആവട്ടെ. നമുക്ക് അപ്പൊ അന്നേരം ആ സമയം കൊണ്ട് ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കി സെറ്റ് ആക്കി എടുക്കാം. ഇനി നമ്മള് ചിക്കന്റെ പരിപാടി ഉണ്ട്, അതിന് അടുത്ത ഘട്ടത്തിൽ ചിക്കൻ അതെല്ലാം സെറ്റായി. ഇതിവിടെ നിന്നായി. ഇതൊക്കെ ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് ക്ലീൻ ആക്കാം. ഇനി ഇത് അവിടെ നിന്ന് സെറ്റ് ആവുന്ന സമയത്ത്, നമ്മളിപ്പോ ഓൾറെഡി ബിരിയാണിക്ക് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ അത് അവിടെ നിന്ന് സെറ്റ് ആവുന്ന സമയത്ത് നമുക്ക് ഇനി ചിക്കൻ കറി ആക്കാം. അപ്പൊ ചിക്കൻ കറി ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി മാരിനേഷന് വേണ്ടി മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഈ സാധനം എടുക്കുക. എന്നിട്ട് അതുപോലെ തന്നെ നമ്മൾ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അപ്പൊ പാനിനകത്ത് തീ കത്തിക്കുന്ന പരിപാടിയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ തീ ആയി കഴിഞ്ഞു. അതുപോലെ അങ്ങോട്ട് ആവട്ടെ. നമുക്ക് ചെറുതായിട്ടൊന്നൊരു അങ്ങനെയുള്ള തവിയൊക്കെ കണ്ട, വേറെ തവിയാണ് നമ്മൾ എടുത്തേക്കുന്നത്. ആ തവി നമ്മൾ വൃത്തിയാക്കി ഇവിടെ വെച്ച്, പിന്നെ അതേപോലെ തന്നെ പിന്നെടുത്ത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പണി പാലുകളെന്നൊരു ചെറിയൊരു ഡൗട്ടുണ്ട്. വെള്ളം കുറച്ച് കൂടിപ്പോയാന്നൊരു ചെറിയ ഡൗട്ടില്ല അതിൻ്റെ ഒക്കെ. ഞാൻ കാണിച്ചു തരാം. അവിടെ തിളച്ച് വരികയാണ്. അത് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് തീ കുറച്ച് വെച്ച് കൊടുത്തിട്ട് എണ്ണ വെച്ച് കൊടുക്കാം. എണ്ണ നമ്മൾ ഓൾറെഡി നേരത്തെ സെറ്റാക്കിയ എണ്ണ ഉണ്ട്. എല്ലാത്തിനും നമ്മൾ മറ്റേ എണ്ണ തന്നെ എടുക്കുന്നത്, വേറെ എണ്ണ സ്പെഷ്യലായിട്ടൊന്നും എടുക്കുന്നുണ്ട്. ഇതാണല്ലോ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മസാല. അതിനകത്ത് ശകലം ഈ സാധനം കൂടെ ഇട്ടിട്ട് തിരുമ്മി കൊടുത്തിട്ട് കുറച്ചെടുത്തോണ്ട് കേട്ടോ. എന്നിട്ട് ചിക്കൻ്റെ പീസ് തന്നെ അത് ഇട്ട് കൊടുക്കാം. കുറച്ച് കൂടുതലാണോ ഒഴിക്കാന്നൊരു ബിരിയാണിയെ കാട്ടി ഡിഫറെന്റ് ഒന്നും പോകുമ്പോൾ ചിക്കൻ ഒരു പോലെ വരാൻ പറ്റില്ല. ശകലം വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പാത്രം മാറ്റിയിരിക്കും. ബിരിയാണിയൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ് ഗൈസ്. കേട്ടാ, ഇത് നമ്മളിങ്ങനെ വെച്ചിട്ടുണ്ട്. അത് തീ കൂട്ടി വെച്ച് കൊടുക്കാം. ഇത് അവിടെ നിന്ന് വറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. കരിഞ്ഞാന്ന് തോന്നുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് പിക്കാറ് ഇപ്പൊ ഞാൻ സർപ്രൈസ് ആവുമെന്നാണ് തോന്നുന്നത്. അരി ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം. എൻ്റെ ആവശ്യമൊന്നുമില്ലെന്ന് തോന്നുന്നു. ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട്. വെള്ളം ഒന്ന് വറ്റട്ടെ. അടച്ചു വെച്ചിട്ട് ഒഴിക്കും. വെള്ളം ഒന്ന് ഇറങ്ങണമല്ലോ. അങ്ങനെ ഇപ്പൊ ഇവിടെ അരി വേവുന്നുണ്ട്, ഒരു സൈഡില് ചിക്കനും വേവുന്നുണ്ട്. കണ്ടോ, അരി ഒന്ന് സെറ്റായി വരാൻ നേരത്ത് കണ്ടോ, ഇത് ചിക്കൻ ഇങ്ങനെ നടന്ന് വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ അരി ഏകദേശം അത് നമുക്ക് ഓഫ് ചെയ്യേണ്ട ടൈം ആവാറായിട്ടുണ്ട്. വെള്ളം വറ്റണം. വറ്റി കഴിയുമ്പോഴത്തേക്കും കുറച്ചു നേരം കൂടെ വെച്ചേക്കാം ഇല്ലേ? നിങ്ങൾ പറ ഗൈസ്, കുറച്ചു നേരം കൂടെ വെക്കണ്ട നമുക്കത്. ഇതായില്ലെന്ന് തോന്നുന്നു. എന്തരാകും ചിക്കൻ ഒരു സൈഡിൽ ഇത്, പിന്നെ ഇതെല്ലാം റെഡി ആയിട്ട് ഇങ്ങനെ ഇരിപ്പുണ്ട്. അപ്പൊ ഗൈസ്, ചിക്കൻ കറി ഏതാണ്ടൊക്കെ ആയി വന്ന സമയത്ത് ഞാൻ നിങ്ങളുടെ കാര്യം മറന്നുപോയി. കുറച്ച് നമ്മൾ മാറ്റി വെച്ചേക്കുന്ന ചോറുണ്ടോ, റെഡിയായ ചോറുണ്ടല്ലോ, ആ ചോറ് ഇതിനകത്ത് നിറച്ചു കൊടുക്കണം. അപ്പൊ അതാണ് അടുത്ത പരിപാടി. നമുക്ക് ചോറ് നിറച്ചു കൊടുക്കാം. അത് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് റെഡി ആയിട്ടിരിക്കുന്ന അരി ആ ചിക്കൻ കറിയിലോട്ട് ഇട്ട് കൊടുക്കണം. ഒരു 90% വെള്ളമായിട്ടുള്ള അരിയാണ്. ഓക്കെ അപ്പൊ അത് സെറ്റ് ആയിട്ടുണ്ട്. ഇനി 10-15 മിനിറ്റ് നേരം നമുക്കിത് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ വേവിക്കാം. ഇതിനുമ്പേ നമുക്ക് ചെയ്യേണ്ട കുറച്ച് പരിപാടികളുണ്ട്. 5 മിനിറ്റ് നേരം നമുക്കിത് ഇങ്ങനെ അടച്ചു വെച്ചിട്ട് തന്നെ വേവിച്ചതിന് ശേഷം നമ്മുടെ നട്ട്സ് ഇങ്ങനത്തെ പരിപാടികളുണ്ടല്ലോ അതെല്ലാം ഇട്ടുണ്ട്. നമുക്ക് ഇതിനകത്ത് ഈ അരിഞ്ഞു വെച്ചേക്കുന്ന ഇതെല്ലാം ഉണ്ടല്ലോ, ഒന്നും നടന്നില്ല.
വേറെ പരിപാടിയൊന്നും നടന്നില്ല. ഇതിട്ട് കൊടുക്കുക, പിന്നെ ഇതെല്ലാം ഇട്ട് കൊടുക്കുക. ലാസ്റ്റ് നമുക്ക് അടച്ചു വയ്ക്കുക. അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ലോ ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത്. എൻ്റെ പൊന്നു മക്കളെ, അങ്ങനെ നമ്മുടെ ഫൈനൽ സ്റ്റേജിലേക്ക് ബിരിയാണിയുടെ കടന്നിരിക്കുകയാണ്. ഏതാണ്ടൊക്കെ സെറ്റായിട്ടുണ്ട്. എന്തോ ഇപ്പോൾ ഒരു പ്രൗഡ് മൊമെന്റ് വരുന്നുണ്ട്. ബിരിയാണി സക്സസ് ആകുമെന്നാണ് എൻ്റെ ഒരു വിചാരം. ഇപ്പൊ പ്രശ്നം എന്തെന്ന് വെച്ചാൽ നമ്മൾ ആ ചിക്കൻ കറി എടുത്ത് അടിയിട്ടേക്കുന്നുണ്ട്. അത് ഇരുന്ന് ഇത് ചൂടാക്കാൻ വെച്ചേക്കല്ലേ. അപ്പൊ ആ സാധനം ഇരുന്ന് കരിയോ എന്നുള്ളൊരു ചെറിയ ഡൗട്ടുണ്ട്. നല്ല ലോ ഫ്ലെയിമിൽ തന്നെ ഒരു 10-30 മിനിറ്റ് നേരം നോക്കാം എന്താവുന്നുള്ള. ഒരു 15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്ത് പോയി കുറച്ച് ഗീയും കൂടെ ഒഴിച്ചു നോക്കാം. ഓക്കെ ഗായ്സ്, അപ്പൊ നമുക്ക് വെയിറ്റ് ചെയ്യാം എന്താവും നമ്മുടെ സർപ്രൈസ് എന്നുള്ള കാര്യം. ഗായ്സ്, അങ്ങനെ ഈ ഒരു ചെറിയ ചൂടിനകത്ത് നമ്മളിങ്ങനെ വേവിച്ചോണ്ടിരിക്കുകയാണ്. അപ്പം മണമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് അവസ്ഥ. തമ്മിട്ട് വെച്ചേക്കുന്നതാണ്. അതിങ്ങനെ ആയി വരുന്നുണ്ട്. അപ്പം ഇത് ഇനിയിപ്പം നമുക്കിത് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തതിന് ശേഷം ഒരു 1/2 മണിക്കൂർ നമുക്ക് അടച്ചു തന്നെ വെച്ചേക്കാം. എന്നിട്ട് അതിന് ശേഷം നമുക്ക് പൊട്ടിച്ച് കഴിച്ചു നോക്കാം. എനിക്ക് വിശക്കുന്നുണ്ട്, നല്ല വിശപ്പുണ്ട് ഗൈസ്. അങ്ങനെ ഒരു സന്തോഷ വാർത്ത. വിശന്ന് വലഞ്ഞിരിക്കുവാണ്. എന്നാലും കുഴപ്പമില്ല, നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്, സെറ്റായി. ഇതാ കുഴപ്പമില്ല, സാധനം കിട്ടി. ഇനി കഴിച്ചാൽ മാത്രം മതി. ഇനി കഴിച്ചു നോക്കിയിട്ട് ഞാൻ എങ്ങനെ ഉണ്ടെന്ന് പറയാൻ കഴിയും. എല്ലാം കിടക്കണ കിടപ്പ് കണ്ട. ഇതെല്ലാം ഇനിയിപ്പം ഈ ഒരു സാധനത്തിന് വേണ്ടിയിട്ടാണ് ഞാനിത് കഴിച്ചു നോക്കാൻ പോകുന്നതാണ്. ഇനി ഞാൻ സർപ്രൈസ് ആവില്ല എന്നുള്ളത് നോക്കണമല്ലോ. വിശന്ന് വലഞ്ഞിരിക്കുവാണ് ഞാൻ. കുറച്ച് ഇത് എല്ലാം കൂടെ വെച്ചിട്ട് കൊള്ളാം. ഞാൻ ഉണ്ടാക്കേണ്ട പറയാമല്ലോ, മോശമില്ല. ഇത് ധൈര്യമായിട്ട് നിങ്ങളെല്ലാം ഉണ്ടാക്കി വെക്കുമോ? സംഭവം കൊള്ളാം. അതിന് ഉപ്പ് കൂടിയിട്ടുണ്ടോന്ന് എനിക്കറിഞ്ഞൂടാ. വിശന്ന് കിരിച്ചതുകൊണ്ട് അതൊന്നും കാര്യമാകുന്നില്ല. ഇനി അവിടെ കൂടെ സർപ്രൈസ് ആക്കിയിട്ട് വരാം. അപ്പം റിയാക്ഷൻ്റെ ടൈമായി. നമുക്ക് റിയാക്ഷൻ നേരിട്ട് കാണാം. എങ്ങനെയുണ്ട്? കഴിച്ചു നോക്കുന്നതിന് മുമ്പേ അഭിപ്രായം പറയാൻ. ബിരിയാണി സ്പെഷ്യൽ ബിരിയാണി അഭിപ്രായം പറയാമല്ലോ. കഴിച്ചു നോക്ക്. ഞാനും എൻ്റെ പ്രേക്ഷകരും വെയിറ്റിങ്ങിലാണ്. യെസ്, സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയിരിക്കുകയാണ് ഈ ചലഞ്ച്. അപ്പോൾ ഇനി ഇതുപോലുള്ള വീഡിയോകൾ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ബൈ.